ഒരു റാക്കാണിത്. എൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ എൻ്റെ സ്റ്റിക്കി നോട്ട്സും ടേപ്സും സിസേഴ്സും ഗ്ലൂസും സ്റ്റാപ്ലേഴ്സും അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. താഴത്തെ റാക്കിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അസൈൻമെൻറ്റ്സും പിന്നെ ലൂസ് ലീഫ് പേപ്പേഴ്സിൽ എഴുതിയിട്ടുള്ള കുറച്ച് നോട്ട്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേഷനറി ഐറ്റംസും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സ്റ്റിക്കി നോട്ട്സും അതേപോലെയുള്ള സ്റ്റേഷനറി ഐറ്റംസ് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതിനുള്ള വീഡിയോ ഞാൻ വഴിയേ ചെയ്യാം. പിന്നെ നമ്മൾ എഴുതുന്ന നോട്ട്സിലേക്ക് എപ്പോഴും ഷാഡോ വരാത്ത രീതിയിൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കണ്ണിനൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എഴുതിയതിൽ ഷാഡോ, ഞാൻ എഴുതുന്ന ലെറ്റേഴ്സിലേക്ക് ഷാഡോ വരാത്ത രീതിയിൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ കൂടി ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ വരും. ലൈറ്റ്നിങ് പോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നന്നായിട്ട് നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ. നിങ്ങളെപ്പോഴും വിൻഡോനെ ഫേസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് നാച്ചുറൽ ലൈറ്റും കാറ്റൊക്കെ കിട്ടുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സെൽഫിൻ്റെ ഫസ്റ്റ് ട്രാക്കാണ്. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. ഡയറി, പിന്നെ എൻ്റെ പ്ലാനേഴ്സും പിന്നെ പേഴ്സ്, പെന്നും പെൻസിലൊക്കെ എക്സ്ട്രാ സ്റ്റോക്കിങ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് ഇതിൽ ഞാൻ ആർട്ട് സപ്ലൈസസും ക്രയോൺസും, ഇതൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്ട്രാ വരുന്ന ഫയൽസും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതും വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന കുറേ ബുക്സുകളും പിന്നെ കഴിഞ്ഞു പോയ വല്ല പഴയ ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് എൻ്റെ കബോർഡാണ്. എൻ്റെ ബുക്സ്, ടെക്സ്റ്റ് ബുക്സും ഗൈഡ്സും കുറച്ച് സാധനങ്ങളും വയ്ക്കുന്ന കബോർഡാണ്. ഇതിൽ എൻ്റെ നോട്ട്സാണ്, ഉപയോഗിച്ച് കഴിഞ്ഞ നോട്ട്സും പിന്നെ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നോട്ട്സും റിവിഷൻ നോട്ട്സുകൾ, അസൈൻമെൻറ്റ് നോട്ട്സ്, അങ്ങനെ കുറച്ച് ഡെയിലി ബേസിസിൽ ഞാൻ യൂസ് ചെയ്യാത്ത കുറച്ച് നോട്ട്സാണിത്. ഇത് ഗൈഡ്സാണ്. ഞാൻ ഫസ്റ്റ് ട്രാക്കിൽ കൃഷ്ണൻ, എൻ്റെ ചിലങ്ക, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്തായാലും സ്പേസ് സേവ് ചെയ്യണം, അപ്പോൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചോട്ടെ എന്നതാണ്. പിന്നെ ഇതിൽ എൻ്റെ കുറേ റെക്കോർഡ്സും സ്റ്റഡി മെറ്റീരിയൽസുമാണ്. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്സ് ആണ്. പിന്നെ ഇത് കുറച്ച് ഗൈഡ്സ് ആണ്. ഇതും ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.